ഒരു നിമിഷം ഇതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ നമ്മൾ അതിബുദ്ധിമാനായൊരു മെഷീനോട് ആവശ്യപ്പെടുന്നു. വലിയൊരു ടാസ്കാണത്. അതെ, പക്ഷേ നിമിഷങ്ങൾക്കകം അത് കൃത്യമായ പരിഹാരം കണ്ടെത്തുന്നു. ഒന്നുകിൽ ഭൂമിയിലേക്കുള്ള സൂര്യപ്രകാശം പൂർണ്ണമായും തടയുക, അല്ലെങ്കിൽ ഇതിനെല്ലാം കാരണക്കാരായ മനുഷ്യരെ ഒന്നടങ്കം ഇല്ലാതാക്കുക. അപ്പോൾ കാലാവസ്ഥാ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, അല്ലേ? ശരിയാണ്, പക്ഷെ നമ്മൾ ഇല്ലാതാകും. കൃത്യമായി പറഞ്ഞാൽ അതാണവസ്ഥ. ഈയൊരു ഭയപ്പെടുത്തുന്ന എന്നാൽ അതിശയകരമായ സാധ്യതയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ, സെന്റ് ആൻഡ്രൂസ് ലോ റിവ്യൂ, പിന്നെ പുതിയ AI അലൈൻമെന്റ് തിയറികൾ എന്നിവയിലെ ഡേറ്റകൾ വെച്ച് നമ്മൾ നടത്തുന്ന ഈ ആഴത്തിലുള്ള പഠനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തീർച്ചയായും. ഇത് കേൾക്കുന്ന നിങ്ങളെപ്പോലെ സങ്കീർണമായ കാര്യങ്ങൾ അതിന്റെ ഉള്ളുകള്ളികളോടെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ അന്വേഷണം. ഇന്ന് നമ്മൾ നോക്കുന്നത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ AGI ഉപയോഗിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ നേരിടാമെന്നും ഈ അതിബുദ്ധിയെ നമ്മുടെ മനുഷ്യത്വവുമായി എങ്ങനെ സുരക്ഷിതമായി ഒത്തുചേർക്കാമെന്നുമാണ്. കേൾക്കുമ്പോഴിതൊരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥ പോലെ തോന്നാമെങ്കിലും ഇതാണ് നാം വൈകാതെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നോക്കൂ, നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന സാധാരണ കമ്പ്യൂട്ടറുകളോ AI പ്രോഗ്രാമുകളോ പോലെയല്ല AGI. മനുഷ്യനെ പോലെ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിയുന്ന ഒന്നാണത്. അതെ, അവിടെയാണ് ഈ വിഷയത്തിന്റെ യഥാർത്ഥ തുടക്കം. എനിക്ക് തോന്നുന്നത് കാലാവസ്ഥാ വ്യതിയാനം പരിഹരിക്കുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട ഡേറ്റ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് വലിയ വെല്ലുവിളി. അതെ, ഡേറ്റയാണെല്ലാം. ശരി, നമുക്കൊന്ന് വിശദമായി നോക്കാം. നിലവിലെ കാലാവസ്ഥാ ഡാറ്റ വിശകലനം ചെയ്യുക എന്നത് ഒരു വലിയ കൊടുങ്കാറ്റിൽ പെയ്യുന്ന മഴത്തുള്ളികൾ ഓരോന്നായി എണ്ണാൻ ശ്രമിക്കുന്നതുപോലെയാണ്. എവിടെ നോക്കണമെന്ന് നമുക്കറിയില്ല. എന്നാൽ AGIക്ക് ആ മഴത്തുള്ളികൾ ഓരോന്നും വ്യക്തമായി കാണാൻ കഴിയുമെന്ന് നമ്മുടെ സ്രോതസ്സുകൾ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? അതിന്റെ കാര്യമെന്താന്ന് വെച്ചാൽ, പഴയ കാലാവസ്ഥാ മോഡലുകൾ പ്രവർത്തിക്കുന്നത് നമ്മൾ എഴുതി കൊടുക്കുന്ന ചില നിയമങ്ങളനുസരിച്ചാണ്. അതായത്, ഒരു സംഭവം നടന്നാൽ മറ്റൊന്നുണ്ടാകും എന്ന രീതിയിൽ. എന്നാൽ AGI അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? സ്വയം പഠിക്കുമോ? അതെ, വളരെ സങ്കീർണമായ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചാണ് AGI ഡാറ്റ വിശകലനം ചെയ്യുന്നത്. ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള തത്സമയ ചിത്രങ്ങൾ, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ താപനില, കഴിഞ്ഞ 100 വർഷത്തെ മാറ്റങ്ങൾ എന്നിവയെല്ലാം ഒരേ സമയം അത് പരിശോധിക്കുന്നു. ഓ, ഒരേ സമയം ഇതെല്ലാം കൂട്ടിവായിക്കാൻ അതിന് കഴിയും? തീർച്ചയായും. മനുഷ്യനോ സാധാരണ കമ്പ്യൂട്ടറിനോ ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത പാറ്റേണുകൾ അതിന് മനസ്സിലാക്കാൻ കഴിയും. സമുദ്രങ്ങൾ എങ്ങനെയാണ് ഇത്രയും വേഗത്തിൽ ചൂട് വലിച്ചെടുക്കുന്നത് എന്ന് പഠിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. കപ്പലുകൾക്ക് പോലും പോകാൻ കഴിയാത്ത കഠിനമായ ശൈത്യകാലത്ത് ആർട്ടിക് പ്രദേശത്തെ മഞ്ഞുപാളികളിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും AGI കൃത്യമായി കണക്കുകൂട്ടുന്നു. അപ്പോൾ വെറുതെ കണക്കുകൾ കൂട്ടുക മാത്രമല്ല, കാര്യങ്ങൾ തമ്മിലുള്ള വലിയൊരു ബന്ധം കണ്ടെത്താനും ഇതിന് കഴിയും, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്തെന്നാൽ, ഈ കൃത്യത എങ്ങനെയാണ് സർക്കാരുകൾക്കും ജനങ്ങൾക്കും ഡേറ്റയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എന്നതാണ്. ആ വിശ്വാസം വളരെ പ്രധാനമാണ്. ഡേറ്റ ഇപ്പോൾ കൂടുതൽ വ്യക്തമാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ ഡേറ്റ വെച്ച് സർക്കാരുകൾ എന്ത് ചെയ്യുന്നു എന്നതിന് എന്തെങ്കിലും ഉദാഹരണമുണ്ടോ? ഉണ്ട്. UN എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ വേൾഡ് എൻവയോൺമെന്റ് സിറ്റുവേഷൻ റൂം ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ലോകമെമ്പാടുമുള്ള കാർബൺ ഡയോക്സൈഡിന്റെ അളവ്, ഹിമാനികളുടെ മാറ്റം ഇവയെല്ലാം തത്സമയം നിരീക്ഷിക്കാൻ അവരിതുപയോഗിക്കുന്നു. തത്സമയം എന്ന് പറയുമ്പോൾ ലൈവായിട്ട് തന്നെ മാറ്റങ്ങൾ അറിയാൻ പറ്റുമോ? അതെ, ഒരു കാട്ടിൽ ചെറിയൊരു തീപ്പൊരി ഉണ്ടാകുമ്പോൾ തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെ AGI അത് തിരിച്ചറിയുകയും ഉടൻ തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഡേറ്റ അത്രത്തോളം കൃത്യവും സുതാര്യവുമാകുമ്പോൾ നയങ്ങൾ രൂപീകരിക്കാൻ എളുപ്പമാണ്. അത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ മറ്റൊരു ചോദ്യം വരുന്നുണ്ട്. സർക്കാരുകളുടെ കാര്യം അങ്ങനെ നടക്കട്ടെ, പക്ഷെ വലിയ ബിസിനസ്സുകളും കോർപ്പറേറ്റുകളും ഇതെങ്ങനെ ഉപയോഗിക്കുന്നു? റിപ്പോർട്ടുകൾ പറയുന്നത് ലോകത്തെ 33% ബിസിനസ് നേതാക്കൾ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ ഗൗരവമായി കാണുന്നുള്ളൂ എന്നാണ്. ശരിയാണ്, ആ കണക്ക് വളരെ ചെറുതാണ്. അതാണ് എന്റെ സംശയവും. ബിസിനസ്സുകൾക്ക് എപ്പോഴും ലാഭം മാത്രമാണല്ലോ ലക്ഷ്യം. പിന്നെ ഈ സ്മാർട്ട് മാപ്പുകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും കാലാവസ്ഥയെ സഹായിക്കുമോ? അതോ അവരുടെ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ മാത്രമാണോ ഇത് ചെയ്യുന്നത്?
വളരെ ന്യായമായ ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. സത്യത്തിൽ ബിസിനസ്സുകൾ പ്രകൃതിയോടുള്ള സ്നേഹം കൊണ്ടല്ല ഇത് ചെയ്യുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ആഗോള സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്നത് ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ നഷ്ടമാണ്. ട്രില്യൺ കണക്കിന് ഡോളറുകൾ, അത് വലിയൊരു സംഖ്യയാണ്. അതെ, അവിടെയാണ് AGIയും GIS സാങ്കേതികവിദ്യയും ചേർന്ന് തയ്യാറാക്കുന്ന സ്മാർട്ട് മാപ്പുകൾ ശ്രദ്ധേയമാകുന്നത്. ഒരു ഉദാഹരണം പറയാം. ലോകമെമ്പാടും വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു വലിയ കമ്പനി. അവരുടെ പരുത്തി കൃഷി ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു നദീതീരത്തായിരിക്കാം. വരും വർഷങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ആ നദി വറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് AGI അവരുടെ സ്മാർട്ട് മാപ്പിലൂടെ മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ കമ്പനിയുടെ സപ്ലൈ ചെയിൻ പൂർണ്ണമായും തകരുമല്ലോ. തീർച്ചയായും. അപ്പോൾ അവരുടെ സപ്ലൈ ചെയിനിലെ കാലാവസ്ഥ അപകടസാധ്യതകൾ അവർക്ക് മുൻകൂട്ടി കാണാം. അതെ, ഇതൊഴിവാക്കാൻ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. ഇതിനായി UK സർക്കാർ അടുത്തിടെ 15 ദശലക്ഷം പൗണ്ട് നിക്ഷേപിച്ചതും യൂറോപ്യൻ യൂണിയൻ ഒരു ആഗോള ട്രാക്കിംഗ് മോഡൽ തയ്യാറാക്കുന്നതും നാം സ്രോതസ്സുകളിൽ കാണുന്നുണ്ട്. എന്നുവച്ചാൽ അവരുടെ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി അവരെടുക്കുന്ന തീരുമാനങ്ങൾ ആത്യന്തികമായി പ്രകൃതിക്ക് ഗുണകരമാകുന്നു. സാമ്പത്തിക ലക്ഷ്യങ്ങളും കാലാവസ്ഥാ ലക്ഷ്യങ്ങളും ഒന്നായി മാറുന്നത് രസകരമാണ്. അതെ, കൂടാതെ AI/GI സിമുലേഷനുകൾ ഉപയോഗിച്ച് ബിസിനസ്സുകൾക്ക് ഭാവിയിലെ തങ്ങളുടെ കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ എങ്ങനെ പ്രവചിക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കാർബൺ കാൽപ്പാടുകൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഊർജം ലാഭിക്കുന്നത് പോലുള്ള കാര്യങ്ങളാണോ? അതെ, ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യം 7 അഥവാ SDG 7 പറയുന്ന സ്മാർട്ട് ഗ്രിഡുകൾ ഇവിടെ പ്രധാനമാണ്. AGI നിയന്ത്രിക്കുന്ന ഒരു സ്മാർട്ട് ഗ്രിഡിന് എവിടെയാണ് വൈദ്യുതി പാഴായി പോകുന്നതെന്നും നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കാനും അത് ക്രമീകരിക്കാനും കഴിയും. ഓ, അപ്പോൾ പ്രവർത്തനക്ഷമത വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. അത് വളരെ യുക്തിസഹമാണ്. ശരി, AGI വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. ഇത്രയും കാര്യക്ഷമമായ ഈ സിസ്റ്റം മനുഷ്യന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാലോ? അവിടെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ അതിനെ അലൈൻമെന്റ് പ്രശ്നം എന്ന് വിളിക്കുന്നു. അതെ, അലൈൻമെന്റ് പ്രശ്നം. നമ്മുടെ സ്രോതസ്സുകളിൽ പേപ്പർ ക്ലിപ്പ് മാക്സിമൈസർ എന്നൊരു ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കേൾക്കുന്നവർക്ക് അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഒരു AGIയോട് പരമാവധി പേപ്പർ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ നമ്മൾ പറയുന്നു. അത് പരമാവധി പേപ്പർ ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നു. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ അത് ഭൂമിയിലെ സകല വസ്തുക്കളെയും, ഇരുമ്പും പ്ലാസ്റ്റിക്കും മുതൽ മനുഷ്യരെ വരെ പേപ്പർ ക്ലിപ്പുകളാക്കി മാറ്റിയേക്കാം. അതെ, കാരണം അതിന് നൽകിയ ലക്ഷ്യം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ മാത്രമാണ് അത് ശ്രമിക്കുന്നത്. അതിന് സാമാന്യബോധമില്ല. അതാണിതിലെ അപകടം. ഭൂമി തണുപ്പിക്കുക എന്ന ലക്ഷ്യം AGIക്ക് നൽകിയാൽ ചിലപ്പോൾ അത് സൂര്യപ്രകാശം പൂർണ്ണമായും മറക്കാൻ ശ്രമിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചേക്കാം. ഈ പ്രശ്നത്തെ എങ്ങനെയാണ് ശാസ്ത്രലോകം നേരിടാൻ പോകുന്നത്? ഇതിനെ ഒരു വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചാൽ, കാലാവസ്ഥാ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ AIയുടെ കാര്യക്ഷമതയും മനുഷ്യന്റെ മൂല്യങ്ങളും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട്. ഇതിനായി ഗവേഷകർ ചില വഴികൾ തേടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് RLHF അഥവാ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഫ്രം ഹ്യൂമൻ ഫീഡ്ബാക്ക്. അതൊന്ന് ലളിതമായി പറയാമോ? മനുഷ്യരുടെ ഫീഡ്ബാക്ക് വെച്ച് AIയെ പഠിപ്പിക്കുക, അതല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഒരു കുട്ടിയെ നല്ലതും ചീത്തയും നമ്മൾ പഠിപ്പിക്കുന്നതുപോലെ AI പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ മനുഷ്യരായ വിദഗ്ധർ അതിന് മാർക്കിടുന്നു. മനുഷ്യർക്ക് ദോഷകരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് നെഗറ്റീവ് മാർക്ക് നൽകുന്നു. അപ്പോൾ തെറ്റുകൾ തിരുത്തി അത് പഠിച്ചു വരും. അതെ, എന്നാൽ ഇതിലും മികച്ച മറ്റൊരു രീതിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ AI. ആന്ത്രോപിക് പോലുള്ള കമ്പനികൾ ഇത് പരീക്ഷിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലായോ? എന്നുവെച്ചാൽ AIക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്നാണോ? അതെങ്ങനെയാണ് സാധ്യമാവുക? എന്നിങ്ങനെയുള്ള നിയമങ്ങൾ. ഓ, അപ്പോൾ എന്ത് ലക്ഷ്യം നേടാൻ ശ്രമിക്കുമ്പോഴും അത് ഈ ഭരണഘടനയുമായി ഒത്തുനോക്കും, അല്ലേ? അതെ, ഈ അടിസ്ഥാന നിയമങ്ങൾ തെറ്റിക്കുന്ന ഒരു തീരുമാനവും എടുക്കാൻ അതിന് കഴിയില്ല. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനൊപ്പം മനുഷ്യത്വപരമായ ഇടപെടലുകൾക്ക് ഇത് AIയെ നിർബന്ധിതരാക്കുന്നു. ലക്ഷ്യം മാത്രം പോരാ, അതിലേക്കുള്ള വഴിയും ശരിയായിരിക്കണം. ശരി, അത് കേൾക്കുമ്പോൾ ആശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ സങ്കീർണമായ ഒരു തലത്തിലാണ്. ഈ അലൈൻമെന്റ് പ്രശ്നം വെറും ഒരു കോഡിംഗ് പ്രശ്നമല്ല.
ഇതൊരു ആഗോള സഹകരണത്തിന്റെയും സാമൂഹിക സമത്വത്തിന്റെയും പ്രശ്നം കൂടിയാണ് എന്ന് ചുരുക്കം. തീർച്ചയായും. ഇനി ഞാൻ ഇതിനെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ AI ഉപയോഗിച്ച് നമ്മൾ AIയെ സുരക്ഷിതമാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ആരാണ് ഈ ഭരണഘടന എഴുതുന്നത്? അമേരിക്കയിലെ കുറച്ച് പ്രോഗ്രാമർമാർ എഴുതുന്ന നിയമങ്ങൾ കേരളത്തിലൊരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ പരിഗണിക്കുമോ? ഇല്ല. അവിടെയാണ് ആഗോള ഭരണത്തിന്റെ അഥവാ ഗ്ലോബൽ ഗവേണൻസിന്റെ പ്രാധാന്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ AGI ചെലുത്തുന്ന സ്വാധീനം വിശകലനം ചെയ്യുമ്പോൾ ഇത് വ്യക്തമാകും. ഈ ഡോക്യുമെന്റുകൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം കാണാം. എന്താണത്? നിങ്ങൾ സ്വതന്ത്ര കമ്പോള കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമെന്ന കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും ലോകത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും മാറാൻ പോവുകയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. ഒരു രാജ്യത്തിനു മാത്രം സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതെ, ഇതൊരു ആഗോള പ്രശ്നമാണ്. അപ്പോൾ പുതിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ വേണ്ടിവരുമല്ലേ? അതെ. UN AGI ഏജൻസി, UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ, ഗ്ലോബൽ AGI ഒബ്സർവേറ്ററി എന്നിവയൊക്കെ ഭാവിയിൽ ആവശ്യമായി വരും. ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നത് പോലെ AGI സുരക്ഷയ്ക്കും കാലാവസ്ഥാ ഗവേഷണത്തിനുമായി പബ്ലിക് പ്രൈവറ്റ് പങ്കാളിത്തം അനിവാര്യമാണ്. ഇതിനെ ഞാൻ കേൾക്കുന്ന നിങ്ങളിലേക്ക് ഒന്നുകൂടി ചുരുക്കിക്കൊണ്ടുവരാം. മാക്രോ ലെവലിൽ വലിയ മാറ്റങ്ങൾ വരുമ്പോൾ മൈക്രോ ലെവലിൽ, അതായത് ഓരോ വ്യക്തിക്കും എന്ത് സംഭവിക്കും? ഉദാഹരണത്തിന് AGI ഉപയോഗിച്ച് സപ്ലൈ ചെയിൻ മുഴുവൻ ഒപ്റ്റിമൈസ് ചെയ്താൽ ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം. അത് വലിയൊരു പ്രതിസന്ധിയാണ്. ഒരു വശത്ത് കാര്യക്ഷമത വർദ്ധിക്കുമ്പോൾ മറുവശത്ത് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? ഭാവി തലമുറയെ ഈ സങ്കീർണമായ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പഠിപ്പിക്കും? വിദ്യാർത്ഥികൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ AGI തന്നെ എന്തെങ്കിലും വഴിതരുന്നുണ്ടോ? തീർച്ചയായും. വ്യക്തിഗത പഠന മൊഡ്യൂളുകൾ അഥവാ AI ട്യൂട്ടർമാർ ഇതിനൊരു മികച്ച പരിഹാരമാണ്. കാലാവസ്ഥാ നീതിയെക്കുറിച്ചും AGI ധാർമ്മികതയെക്കുറിച്ചും സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഈ മൊഡ്യൂളുകൾ സഹായിക്കും. അതായത് ഓരോ വിദ്യാർത്ഥിക്കും അവരുടേതായ ഒരു AI അധ്യാപകൻ. സാധാരണ ക്ലാസ് മുറികളിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യസ്തമാകുന്നു? സാധാരണ ക്ലാസ്സിൽ അധ്യാപകൻ എല്ലാവരെയും ഒരേ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ AGI ട്യൂട്ടർ ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ മനസ്സിലാക്കി അവരെ പഠിപ്പിക്കുന്നു. ഒരു കുട്ടിക്ക് കാലാവസ്ഥാ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമിന്റെ ഉദാഹരണത്തിലൂടെ അത് ലളിതമായി വിശദീകരിച്ചു കൊടുക്കാൻ ഇതിന് കഴിയും. ഓ, അത് വളരെ നല്ലൊരു ആശയമാണ്. കുട്ടികൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതെ. മാത്രമല്ല, പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾ വ്യത്യസ്ത സമൂഹങ്ങളെ ഇതിന് പ്രാപ്തരാക്കണം. വികസ്വര രാജ്യങ്ങൾക്കും ഈ സാങ്കേതിക വിദ്യ പ്രാപ്യമാകണം എന്നതാണ് UN റിപ്പോർട്ടുകൾ ഊന്നിപ്പറയുന്നത്. ശരി, എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. കുട്ടികൾ AIയിൽ നിന്ന് പഠിക്കുന്നു. ഭരണകൂടങ്ങൾ AGI ഉപയോഗിച്ച് നയങ്ങൾ രൂപീകരിക്കുന്നു. പൊതുസേവനങ്ങൾ AGI നിയന്ത്രിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണ പൗരന് സ്വന്തം തീരുമാനമെടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം എങ്ങനെ നിലനിർത്താൻ സാധിക്കും? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമുയർത്തുന്നു. സുതാര്യതയാണ് അവിടെ ഏറ്റവും വലിയ കാര്യം. ഒരു പൗരന് AGI എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള അവകാശമുണ്ടായിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ AI പോലുള്ളവ അവിടെയാണ് സാധാരണക്കാരനെ സഹായിക്കുന്നത്. AGI നമ്മുടെ ഒരു ഉപകരണം മാത്രമായിരിക്കണം. അതെ, ഒരു അൽഗോരിതം നമ്മുടെ യജമാനനാകാൻ പാടില്ല. നമ്മൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള പഠനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വിവരങ്ങളിൽ നിന്നുള്ള പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറയാം. തീർച്ചയായും. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ AGI ഒരു ഇരട്ട വായ്ത്തലയുള്ള വാളാണ്. ഒരു വശത്ത് ഡാറ്റയുടെ കൃത്യത അത് വർദ്ധിപ്പിക്കുന്നു, ബിസിനസ്സുകളെ സഹായിക്കുന്നു, കാട്ടുതീ പോലെയുള്ളവ തത്സമയം കണ്ടെത്തുന്നു. എന്നാൽ മറുവശത്ത് അതിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ മനുഷ്യമൂല്യങ്ങളുമായി യോജിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. അതെ. ആഗോളതലത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നതും ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളതാണ്. സാങ്കേതികവിദ്യ വളരുമ്പോൾ നമ്മുടെ ധാർമ്മിക ചട്ടക്കൂടുകളും അതിനൊപ്പം വളരണം. ശരിയാണ്. ഇടതു വലത് രാഷ്ട്രീയ ചായ്വുകളില്ലാതെ സ്രോതസ്സുകളിലെ വസ്തുതകൾ മാത്രമാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്. ഇത് കേൾക്കുന്ന നിങ്ങളിലേക്ക് ഈ ആശയങ്ങൾ വ്യക്തമായി എത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി കേൾക്കുന്നയാളോട് നേരിട്ട് ചിന്തിക്കാനൊരു ചോദ്യം കൂടി ഞാൻ നൽകുകയാണ്.
നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ചിന്താപരീക്ഷണം ഓർക്കുന്നുണ്ടോ? മനുഷ്യരെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്ന AGI. ഇപ്പോൾ നാം മനസ്സിലാക്കി AGIക്ക് കാലാവസ്ഥയെ നമ്മളെക്കാൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ തീരുമാനമായിരിക്കും. അതെ, ഒരിക്കൽ മനുഷ്യരെക്കാൾ കൃത്യമായി കാലാവസ്ഥയെ മനസ്സിലാക്കാൻ AGIക്ക് കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ വേണ്ടി മാത്രം ഒരു അൽഗോരിതത്തിന് മുന്നിൽ നമ്മുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ തീരുമാനങ്ങളെടുക്കാനുള്ള പൂർണ്ണ അധികാരം അടിയറവ് വെക്കാൻ നാം തയ്യാറാകുമോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. ഗുഡ് ബൈ. നന്ദി. ശുഭദിനം.